ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. ഏറ്റവും അവസാന നിമിഷവും അവസാന വോട്ട് വരെ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നമുക്കിപ്പം അടൂർ പ്രകാശ് ആരെങ്കിലും സ്ഥാനാർത്ഥി. സാർ, എന്താണ് രാവിലത്തെ പരിപാടികൾ? രാവിലെ ഞാൻ എല്ലാ നിയോജകമണ്ഡലത്തിലും ഓടി എത്തുന്നുണ്ട്. രാവിലെ ഉള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചില ആളുകളെയൊക്കെ ടെലിഫോൺ ചെയ്യാറുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നിങ്ങളും ഇവിടെ വന്നത്. ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു. ആവേശോജ്വലമായ കുട്ടിക്കലാശമായിരുന്നു ആറ്റിങ്ങലിലൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു വൈബ് ഇത് കോൺഗ്രസിന് അനുകൂലമായി മാറുമോ, വോട്ടായി മാറുമോ, എന്ത് തോന്നുന്നു? ഈ കൊട്ടിക്കലാശത്തിലൊന്നും ഒരു വിഷയമില്ല. ഒരു കൊട്ടിക്കലാശൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പല പ്രാവശ്യം മത്സരിച്ച ഒരാളാണ്. ഞാൻ കോന്നിയിൽ മത്സരിക്കുന്ന അവസരത്തിലാണെങ്കിലും അതിനുശേഷം ഇവിടെ വന്ന് മത്സരിക്കുന്ന അവസരത്തിലാണെങ്കിലും ഞാൻ ഒരിക്കലും ഒരു കൊട്ടിക്കലാശത്തിന് മുമ്പിൽ എത്തി നിൽക്കാറില്ല. അത് എൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ പോയി നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ഒരുപാട് വികാരങ്ങൾ പെട്ടെന്നുണ്ടാകും. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ അതിലുണ്ടാകാവുന്ന പല അപകടകരമായ അവസ്ഥകളും ഉണ്ടാകും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു കൊട്ടിക്കലാശത്തിനും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ എത്രയോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ അവസരങ്ങളിലൊന്നും തന്നെ കൊട്ടിക്കലാശത്തിന് ഞാൻ അങ്ങനെ പോയി നിൽക്കാറില്ല. അത് അവരെയും ഞാൻ അറിയാം, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ ഇന്നലെ ക്രെയിനിലൊക്കെ കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരൊക്കെ കയറട്ടെന്നേ. അവർ ക്രെയിനിൽ കയറി ഏതായാലും താഴോട്ട് ഇറങ്ങേണ്ടി വരത്തില്ലേ? അത് ക്രെയിനിലൊക്കെ കയറട്ടെ. അവർക്ക് നല്ല മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട് ക്രെയിനിൽ കയറുമോ, എവിടെ വേണമെങ്കിലും കയറട്ടെ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കുട്ടിക്കലാശം വേണ്ട എന്നൊരു നിലപാടാണ്. കാരണം ഇന്നലെ തന്നെ മണിക്കൂറുകൾ ഗതാഗത തടസ്സമുണ്ടായിരുന്നു, ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അത് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാന നിമിഷം പ്രവർത്തകർ ഒന്ന് സജീവമായി രംഗത്ത് വരും. അവരുടെ ഒരു മാസക്കാലത്തെ അല്ലെങ്കിൽ 1.5 മാസക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇവരെല്ലാം വരുന്നത്. സ്വാഭാവികമായി വന്നു ചേരുന്ന ആളുകളാണ്. അതല്ലാതെ ആരെയും ഇവിടെ വിളിച്ചു വരുത്തി കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടല്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിന് കൊട്ടിക്കലാശം വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം തൽക്കാലം പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരാളാണ്, ഇപ്പോൾ വീണ്ടും നിൽക്കുന്നു. ഈ ഒരു ആറ്റിങ്ങലിലേക്ക് എന്തു മാറ്റങ്ങൾ കൊണ്ടുവരാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആറ്റിങ്ങലിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ ചെയ്തു വെച്ച പല പദ്ധതികളുമുണ്ട്. ആ പദ്ധതികളുടെ പൂർത്തീകരണം ഉണ്ടാകണം. ഇപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അതുവഴി പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ ബൈപ്പാസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇനി വരാൻ പോകുന്ന നാളുകളിൽ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു പ്രവർത്തനം നടത്താൻ ഒരവസരമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആര് വന്നാലും, ഗവൺമെൻറ് ഏത് വന്നാലും ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ ചോദിച്ചു വാങ്ങുക. ഇത് ആറ്റിങ്ങക്കാരുടെ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടാൻ പോകുന്ന ഒരാളല്ല. ആറ്റിങ്ങക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. ഈ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ക്രെഡിറ്റ് എടുക്കുന്നൊരു മത്സരം കൂടി നടക്കുന്നുണ്ട്. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതും. എന്താണ് അതിനോടൊരു വികസന പ്രവർത്തനങ്ങൾ? ഒരു MP എന്നുള്ള നിലയിൽ MPയുടെ ചുമതലകൾ എന്താ? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുക. അത് നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം എന്ന് പറയുന്നത് 1985 ESI കോർപ്പറേഷൻ്റെ ആശുപത്രി സമുച്ചയം വരാൻ വേണ്ടി നാവായിക്കുളത്ത് സ്ഥലം വാങ്ങിയിട്ടിരുന്നത്. ഏതായാലും 2019 ശേഷം അടൂർ പ്രകാശ് വന്നതിന് ശേഷമാണല്ലോ ആ കെട്ടിടം നിർമ്മിക്കാനുള്ള അവസരമുണ്ടായത്. മാത്രമല്ല അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ഉണ്ടാക്കിയത് വേറെ ആരുമല്ല. ഞാൻ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പോകുന്ന അവസരങ്ങളിൽ ESI കോർപ്പറേഷൻ്റെ ഡയറക്ടറുമായി ഒക്കെ ബന്ധപ്പെടാൻ അവരുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്ന ഒരാളാണ്. അങ്ങനെ കയറി ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നു.
ഒരുപാട് തടസ്സങ്ങൾ വന്നു. ഇത് സെൻട്രൽ PWDക്ക് ഇതിൻ്റെ ഇത് കൊടുത്തു, എന്താ കൊട്ടേഷൻ അവർക്ക് പിന്നെ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കില്ല. ആ അഡ്വാൻസ് അവർ 10% കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും വീണ്ടും ഡയറക്ടർ ഞാൻ പോയി കണ്ടിട്ട് ഇത് മാറ്റി കൊടുക്കണം, അവരെ കൊണ്ട് ഈ പണി ചെയ്യിക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് 40% കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരു MP എന്നുള്ള നിലയിൽ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. അത് ഓഫീസുകൾ കയറി ഇറങ്ങി അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അത് നിങ്ങൾ കെട്ടിടം പോയി കണ്ടോ? കെട്ടിടം നിങ്ങൾ കണ്ടില്ല എങ്കിൽ നിങ്ങൾ അതുവഴി ഒന്ന് പോയിട്ടോ ഇന്ന് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കുക. ആ കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ നടപടി ഉണ്ടാക്കിയതൊക്കെ അങ്ങനെയാണ്. അതൊരു MP എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും പരമോന്നതമായ തെളിവാണത്. അപ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഇരട്ട വോട്ട് കൊണ്ടുവരുന്നു, പക്ഷേ പരാജയ ഭീതി കൊണ്ടാണെന്ന് ഇടത് സ്ഥാനാർത്ഥി പറയുന്നു. ഇതിനോടൊക്കെ എന്താണ് പ്രതികരിക്കാനുള്ളത്? അതിപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ പലതും പറയേണ്ടി വരും. ഈ മുങ്ങി താഴാൻ പോകുന്നവരെ കച്ചിത്തുരുമ്പ് കണ്ടാലും കയറി പിടിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് അതിനൊന്നും മറുപടി പറയാനൊന്നും അടൂർ പ്രകാശിനെ കിട്ടത്തില്ല. ഇതിലും ഒരു മാറ്റം വേണമെന്ന് V. മുരളീധരൻ അടക്കമുള്ളവരും പറയുന്നുണ്ട്. അദ്ദേഹം പിന്നെ വല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെങ്കിൽ നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയും UDF ക്യാമ്പും ഒക്കെ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.